ആപ്കി അദാലത്തിൽ സീനിയർ ലീഡറായ ഗുലാം നബി ആസാദിന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം. ഇദ്ദേഹം എപ്പോഴും വിരോധാഭാസമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആസാദ് സാർ, താങ്കളുടെ പുസ്തകം ഞാൻ വായിച്ചിരുന്നു. അതിൽ താങ്കൾ പറയുന്നുണ്ട് രാഷ്ട്രീയത്തിൽ ശരിക്കും ആരും കഷ്ടപ്പെടുന്നില്ല, രാഹുൽ ഗാന്ധി പോലും കഷ്ടപ്പെടുന്നില്ല, ഗ്രാമങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നില്ല, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ താങ്കളാണ് നെഹ്റു ഗാന്ധി കുടുംബത്തിലിരുന്ന് ആൾക്കാരെ നിർബന്ധിച്ച് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് നിർത്തിയത്. ഈ പുസ്തകത്തിൽ താങ്കൾ എഴുതിയിരിക്കുന്നു 1919 മെയ്യിൽ സോണിയാഗാന്ധിക്ക് കോൺഗ്രസ് പ്രസിഡന്റാകാൻ ഒരു താല്പര്യമില്ലെന്ന്. 6 മാസം കഴിഞ്ഞാകാമെന്നുള്ളൊരു തീരുമാനമായിരുന്നു. താങ്കളാണ് നിർബന്ധിച്ച് അവരെ നിർത്തിയത്. ഓരോ സന്ദർഭങ്ങളിലും ആരെങ്കിലുമൊക്കെ നമുക്ക് സഹായത്തിനായി വരും എന്നുവെച്ച് എല്ലാ സമയത്തും എല്ലാവരും തന്നെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ഇതിലെ സത്യം എന്താണെന്ന് വെച്ചാൽ, സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ്, അതായത് രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധി വരുന്നതിന് മുമ്പ്, ഇന്ദിരാഗാന്ധിയും ഞങ്ങളും ഒരുപാട് ഡിസ്കസ് ചെയ്യുമായിരുന്നു ആരെ രാഷ്ട്രീയത്തിന് കൊണ്ടുവരണമെന്ന്. അവരുടെ മിസ്സസിനെ കൊണ്ടുവരിക എന്നത് ഒരു കോയിൻസിഡൻസ് മാത്രം. ഞങ്ങളുടെ കാലഘട്ടത്തിലാണ് ഇത് നടന്നത്. സീതാറാം കേസരി ഉണ്ടായിരുന്ന കാലത്ത് 97-ലാണ് ഇത് നടന്നത്. കേസരിജിക്ക് ക്യാമ്പയിനിങ് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ ക്യാമ്പയിനിങ് ചെയ്യൂന്ന് പറഞ്ഞു. അവരെ ക്യാമ്പയിനിങ് ചെയ്യാൻ പോലും താങ്കൾ അനുവദിച്ചില്ലെന്ന് കേട്ടു. ഇല്ലില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആ ഇലക്ഷൻ മുതൽ താങ്കൾ സോണിയാഗാന്ധിയെ പ്രൊജക്ട് ചെയ്തു. ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അവർ. ഞാനായിരുന്നു കൺവീനർ. അവർ ചെയർമാനുമായിട്ടുണ്ട്, പ്രസിഡന്റുമായി ഇരുന്നിട്ടുണ്ട്. മാത്രവുമല്ല, നല്ലൊരു സ്പീക്കർ പോലും ആയിരുന്നില്ല. പുറത്തെങ്ങും പോകാറില്ല, പ്രസംഗിക്കാറുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, എന്നാ പിന്നെ സോണിയാജിയെ കൊണ്ട് ക്യാമ്പയിൻ ചെയ്യിക്കാമെന്ന്. അതിലെന്താണ് തെറ്റ്? അപ്പോൾ അവർ പറഞ്ഞത്, എനിക്ക് ഇക്കാര്യത്തിൽ നിങ്ങളുടെയൊന്നും അത്ര പരിചയമൊന്നുമില്ലെന്ന്, നിങ്ങളും വരൂ എന്ന് പറഞ്ഞു. ഞാൻ പോയി 2-3 ദിവസം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇനിയും കൂടുതൽ അറിയണമെങ്കിൽ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിക്കോളൂന്ന്. ചില മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ തോറ്റു. വളരെ ദയനീയമായി പരാജയപ്പെടുകയാണുണ്ടായത്. ഞങ്ങൾ വിചാരിച്ചത് ഇതിൻ്റെ ലീഡറാണ് ഇതിൻ്റെ പ്രധാന കാരണമെന്ന്. ഞങ്ങളുടെ പാർട്ടിയിലുള്ള ഒരുപാട് ലീഡേഴ്സ്. ഞാൻ വിചാരിച്ചത് എന്തെന്നാൽ, ഇവിടെ അധികാരത്തിന് വേണ്ടി ഒരു വലിയ യുദ്ധം തന്നെ നടക്കുമല്ലോ എന്നാണ്. അപ്പോൾ ആ യുദ്ധം നിർത്താൻ വേണ്ടിയായിക്കൊണ്ട് സോണിയാഗാന്ധിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവരെ സമ്മതിക്കാൻ വേണ്ടി 2-3 പേര് പോയി, പക്ഷെ അവർ സമ്മതിച്ചില്ല. എന്തുകൊണ്ട് സമ്മതമില്ലെന്ന് ചോദിച്ചപ്പോൾ 6 മാസം സമയം ചോദിക്കുകയാണുണ്ടായത്. ഞാൻ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി മാഡത്തിനോട് ചോദിച്ചു, രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹമുണ്ടോ? 6 മാസത്തെ സമയമാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. അതിനു മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നാണോ വരേണ്ടെന്നാണോ തീരുമാനിക്കുന്നത്? അവരപ്പോൾ പറഞ്ഞത്, സോണിയാഗാന്ധി പറഞ്ഞത് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നാണ്, പക്ഷെ 6 മാസത്തിന് ശേഷം. അപ്പം ഞാൻ പറഞ്ഞു, സോറി, രാഷ്ട്രീയത്തിൽ നൗ ഓർ നെവർ. ഞങ്ങൾക്ക് ഇന്നാണ് പ്രസിഡന്റിനെ ആവശ്യം. ഇപ്പോൾ ആ സ്ഥലം കാലിയായി കിടക്കുന്നു. ആ സ്ഥലം നിങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ യുദ്ധം നടക്കുകയാണ്. ഇന്ന് നമുക്ക് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം. പ്രസിഡന്റ് ഇല്ലാതെ 6 മാസം ഇരിക്കാൻ പറ്റില്ലല്ലോ. ഒന്നുകിൽ ഇന്ന് നിങ്ങൾ പ്രസിഡന്റ് ആകണം, അല്ലെങ്കിൽ ഒരിക്കലും ആവാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മിസ്സസ് ഗാന്ധി, ഞാൻ തയ്യാറാണ്, ഇപ്പം തന്നെ അയക്കാമെന്ന് പറഞ്ഞു. അതാണുണ്ടായത്. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് നടന്നു. അതിലെനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ സോണിയാഗാന്ധിയെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി താങ്കൾ സീതാറാം കേസരിയെ മുറിക്കൂടി പൂട്ടിവെച്ചെന്ന് കേട്ടു. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അതൊക്കെ വെറും നുണക്കഥകളാണ്. അട്ടർ നോൺസൺ. തീർത്തും അസംബന്ധം. അവർ വീട്ടിലേക്ക് പോയി. അവരുടെ വീട്ടിലേക്ക് പോയി. കൂടെ 2 വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സും പോയി. താങ്കളുടെ പുസ്തകത്തിൽ താങ്കൾ ബെല്ലാരിയെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇലക്ഷനിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി സോണിയാഗാന്ധിയെ കൂട്ടിക്കൊണ്ടുപോയെന്ന്. അതെ, അത് ശരിയാണ്. ഞാനതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ടല്ലോ. അത് അവരോട് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ റായ്ബെരിയിൽ ഇലക്ഷൻ കോണ്ടസ്റ്റ് ചെയ്യുകയായിരുന്നല്ലോ. അപ്പോൾ സോണിയാഗാന്ധിയോട് ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, റായ്ബെരിയിൽ നിങ്ങളുടെ ഫാമിലി സീറ്റാണെന്ന്, അവിടെ നിന്ന് തോൽക്കുക എന്ന് പറഞ്ഞ മോശമല്ലേ, പകരം കർണാടകത്തിൽ നിന്ന് ജയിക്കുന്നതല്ലേ നല്ലത്. സൗത്തിലും കോൺഗ്രസ് ഉണ്ടാവും. ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ നല്ല കാര്യത്തിന് വേണ്ടി തന്നെയാണ്. ജയിച്ചതിന് ശേഷം കോൺഗ്രസിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഇതാ നോക്കൂ, ഇന്ദിരാഗാന്ധിയും ഈ തെറ്റ് ചെയ്തു, നിങ്ങളും ആ തെറ്റ് ചെയ്യരുത് എന്ന്. സൗത്ത് സൈഡിൽ നിങ്ങൾ റിസൈൻ ചെയ്തിട്ട് ഇവിടുത്തെ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയെ നിലനിർത്തുന്നത് വേണ്ടാന്ന്, പകരം കർണാടകത്തിനെ മാത്രം കയ്യിൽ വെക്കൂ. റാബറേലിയിൽ പ്രിയങ്ക നിൽക്കട്ടെ, കാരണം അപ്പോൾ പ്രിയങ്ക ഇലക്ഷൻ ഇൻചാർജായിരുന്നു.
അവർക്കതിനെക്കുറിച്ച് അറിയാം. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞാണ് അറിയുന്നത് സീറ്റ് അവർക്കല്ല വേറെ ആർക്കോ കൊടുത്തു എന്ന്. ബെല്ലാരിയിൽ അവര് റിസൈൻ അതെ ചെയ്തു. അതെ, ബെല്ലാരിയിൽ നിന്ന്. ഒരു ഭാഗത്ത് കേരളമുണ്ട്, പക്ഷേ കേരളമുണ്ട്. എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയെ ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരാൻ ഇത്രയും താമസിച്ചത്? അത് ഫാമിലിക്കുള്ളിലുള്ളൊരു പ്രശ്നമായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല. അത് അവരുടെ ഫാമിലിക്കുള്ളിൽ മകളെ കൊണ്ടുവരരുത്, പകരം മകനെ മാത്രം കൊണ്ടുവന്നാൽ മതി. പക്ഷേ പ്രിയങ്ക ഗാന്ധി വന്നാലും പിന്നിൽ നടക്കുന്ന ജോലി അതെ, മാത്രമാണ്. അത് തന്നെ. ഒരാളെ കൊണ്ട് സാധിക്കില്ല, എന്നാ പിന്നെ രണ്ടുപേരും കൂടി ആവാന്ന് വെച്ചു. പക്ഷെ പ്രിയങ്ക രാഷ്ട്രീയത്തിൽ വരണമെന്ന് താങ്കളും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നില്ല. അതെ, തീർച്ചയായും. പക്ഷെ രാഹുൽ വരാൻ പാടില്ല. കാരണം എനിക്ക് MP ആവുന്നതിന് മുമ്പ് ഒരു കാര്യവും അറിയില്ലായിരുന്നു. ഞാൻ പ്രിയങ്കയെക്കുറിച്ച് അറിയുന്നത് തന്നെ രാജീവ് ജിയും ഞാനും. രാജീവ് ജി പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഡിന്നർ പോലും കഴിക്കാതെ പലപ്പോഴും പുലർച്ചെ 2 മണി വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ പോയി അവിടെ ബാക്കി വന്ന ആഹാരങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ മേശയിൽ നിരത്തും. അപ്പോൾ ഞാൻ പറയും എല്ലാവരും ഉറങ്ങിക്കാണും. ഇല്ല, മകൾ ഉറങ്ങിക്കാണില്ല എന്ന് പറഞ്ഞു. ആ ദിവസം തൊട്ടേ ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. 2 മണിവരെ ഇരുന്ന് ആഹാരം വിളമ്പിയിട്ടുണ്ട്. കൂടെ കൂടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമായിരുന്നു. ഇത്ര ലേറ്റായിട്ടും ഇവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നോക്കി പോകുമായിരുന്നു. അത്തരം ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ അവിടെ കാണുകയുണ്ടായി. ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് സോണിയാഗാന്ധിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് റാബറിയിൽ സോണിയാഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി നിൽക്കാൻ പോവാണെന്ന്. അതവരുടെ ഫാമിലി ഡിസിഷൻ ആയിരിക്കും. അതിൽ ഞാനെന്ത് പറയാനാ? അവരുടെ വീടിനെക്കുറിച്ച് താങ്കൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. നമുക്ക് പൊളിറ്റിക്സിനെ പറ്റി മാത്രം പറയാം, വീട്ടുകാര്യമൊന്നും പറയണ്ട. ഓക്കെ, വീട്ടുകാര്യങ്ങൾ ഒട്ടും വേണ്ട കേട്ടോ. ആ വീട്ടിലെ മറ്റൊരു വ്യക്തിയാണ് റോബർട്ട് വാഡ്ര. ഞാൻ അവരെക്കുറിച്ച് സംസാരിക്കില്ല. അല്ല, അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വരാൻ താല്പര്യമുണ്ട്. എല്ലാവരും വരാം, ആരും അതിനെയൊന്നും. ഞാൻ പബ്ലിക് സർവീസൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വന്നാൽ നന്നായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് പേർ. തെരഞ്ഞെടുക്കപ്പെട്ടവരിലെ പഞ്ചായത്ത് രാജിൽ തന്നെ എത്ര ലക്ഷക്കണക്കിന് ആളുകളുണ്ട്? 10 ലക്ഷം 30 ലക്ഷം പേരൊക്കെയുണ്ട്. അതിൽ 10 ലക്ഷം പേർ സ്ത്രീകളാണ്. ബ്ലോക്ക്, ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവലിലൊക്കെ ഉണ്ട്. അവരും രാഷ്ട്രീയക്കാർ തന്നെയല്ലേ? കുടുംബത്തിലുള്ളവർ വരുമ്പോൾ അവരുടെ കടമ അവർ കൃത്യമായിട്ട് ചെയ്യില്ലേ? അവർ കോൺഗ്രസിനെ സംരക്ഷിക്കുമെന്നുള്ളൊരു തോന്നൽ താങ്കൾക്കില്ലേ? അതിലിരിക്കുന്നവരെ അവരതൊക്കെ നോക്കട്ടെ. താങ്കളെ സംബന്ധിച്ച് ഈ പാർട്ടിയെ ആർക്കാണ് ലീഡ് ചെയ്യാൻ സാധിക്കുന്നത്, ആർക്കാണ് സംരക്ഷിക്കാൻ സാധിക്കുന്നത്? ഈ പ്രശ്നം തന്നെയാണല്ലോ 6-7 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ ഞങ്ങളാണ് ഇലക്ട് ചെയ്തത്. സോണിയാഗാന്ധി ആഗ്രഹിച്ചിരുന്നത് വൈസ് പ്രസിഡന്റ് ആക്കാനായിരുന്നു. പക്ഷേ എല്ലാവരും കൂടി അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുകയാണ് ഉണ്ടായത്. പ്രസിഡന്റ് ആക്കാൻ ഞാനും സപ്പോർട്ട് ചെയ്യുകയുണ്ടായി, തീർച്ചയായും. പക്ഷേ പാതിയിൽ വെച്ച് തന്നെ റിസൈൻ ചെയ്തു പോയി. ആ റെസിഗ്നേഷൻ എന്തിനു വേണ്ടി ചെയ്തതാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. തീർച്ചയായും എനിക്കത് ഇഷ്ടമല്ല. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി നമ്മുടെ രാജ്യത്തെപ്പറ്റി മോശം കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹത്തെ കൊണ്ട് ഈ രാജ്യത്തെ നന്നായിട്ട് ഭരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഇതാ നോക്കൂ, ഞാനൊരു 31-32 വയസ്സിൽ ജൂനിയർ മിനിസ്റ്റർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പറഞ്ഞത് വല്ലപ്പോഴും ഒന്ന് വിദേശത്തേക്ക് പോകേണ്ടി വന്നാൽ നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് ഒരു കാര്യവും പറഞ്ഞുകൂടാ എന്നുള്ള കാര്യം. നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളെക്കുറിച്ചും ഒന്നും തെറ്റായി പറയരുത്. അതുപോലെ തന്നെ നമ്മുടെ ഭരണകൂടത്തെക്കുറിച്ചും ഒന്നും തെറ്റായിട്ട് ചിത്രീകരിക്കരുത്. കാരണം വെളിരാജ്യങ്ങളിൽ ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് എതിരാളികളുമുണ്ട്. നമ്മളുടെ വായിൽ നിന്നും വീഴുന്നതെടുത്ത് അവർ കോട്ട് ചെയ്ത് സംസാരിക്കും. ഇന്ത്യക്കാരനൊരുത്തം വന്നു, അവൻ ഇന്ത്യയെപ്പറ്റി അവൻ തന്നെ മോശമായി പറയുന്നു, അവരുടെ പാർട്ടി നേതാവിനെക്കുറിച്ച് മോശമായി പറയുന്നു, അവിടെ നടക്കുന്ന കാസ്റ്റിസത്തെക്കുറിച്ച് പറയുന്നു, കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെയല്ലേ തിരുത്തേണ്ടത്? മറ്റുള്ളവരെയൊന്നും ഇക്കാര്യത്തിൽ ഇടപെടുത്താൻ പാടില്ല. താങ്കൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയാൻ പാടില്ല, രാഷ്ട്രീയത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും താങ്കളോട് പറഞ്ഞു കാണുമല്ലോ. പക്ഷെ ഇവർക്കാരും പറഞ്ഞു കൊടുത്തില്ലേ? നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന്, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ഒരു മൈൻഡ് സെറ്റിലിരിക്കുമ്പോൾ അവരെ ആർക്കെങ്കിലും തിരുത്താൻ പറ്റുമോ? മോദിക്കൊന്നും അറിയില്ല, എനിക്കാണ് എല്ലാ കാര്യങ്ങളും അറിയാവുന്നത്, അതുകൊണ്ട് മോദി എന്നെ കണ്ട് പേടിക്കുന്നെന്ന് അദ്ദേഹം പറയുന്നു. ഇത് ആരാരെയാണ് ഭയക്കുന്നതിൽ സംശയമുണ്ട്.